വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. ഇപ്പം ഞങ്ങൾ ഇരിക്കുന്നത് എവിടെയാണെന്ന് എന്തെങ്കിലും പിടി കിട്ടുന്നുണ്ടോ? തമ്മിൽ കണ്ടപ്പോൾ എന്തെങ്കിലുമൊക്കെ മനസ്സിലായി കാണുമെന്ന് എനിക്കറിയാം. ഞങ്ങളൊരു യാത്രയിലാണ്. പോണ്ടിച്ചേരിക്ക് പോവാണ്. ഞാൻ ഫസ്റ്റ് ടൈം അല്ല, മുരളിയേട്ടൻ ഫസ്റ്റ് ടൈം ആണോ? മുരളിയേട്ടൻ ഫസ്റ്റ് ടൈം പോണ്ടിച്ചേരിക്ക് പോവാണ്. ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് ഞാനൊന്ന് ഡാൻസിന് ചിദംബരത്ത് പോയപ്പം അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല ഈ സ്ലീപ്പർ ബസ് തന്നെ ബുക്ക് ചെയ്തേക്കുന്നത്. അന്ന് എനിക്ക് തിരിച്ച് പോണ്ടിച്ചേരിന്ന് വന്നപ്പോൾ ഈ ബസ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിപ്പോൾ സൂര്യ കണക്ട് എന്നും പറഞ്ഞിട്ട് ഒരു സ്ലീപ്പർ ബസ്സാണ്. തിരിച്ച് ഈ സെയിം സൂര്യ കണക്റ്റിലല്ലല്ലോ, വേറെയിലല്ലേ വരുന്നത്. അപ്പം വേറെയിലാണ് വരുന്നത്. ഓരോ പ്രാവശ്യം ഓരോ ബസ് എക്സ്പീരിയൻസ് ചെയ്യാം. നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. എനിക്ക് ബസ് ട്രാവൽ ചെയ്യാൻ ആദ്യമായിട്ടാണ് അന്ന് പോയത്. ഇപ്രാവശ്യം എനിക്ക് ഇതിപ്പോൾ കയറിയുള്ളൂ. ഞാൻ തല കറങ്ങാതിരിക്കാൻ, എനിക്ക് ഭയങ്കരമായിട്ട് മോഷൻ സിക്നെസ് ഉള്ള ആളാണ്. അപ്പോൾ തല കറങ്ങാതിരിക്കാൻ ഒരു സംഭവമൊക്കെ, സാധാരണ ഞാൻ മെഡിസിനാണ് കഴിക്കുന്നത്. പക്ഷേ മെഡിസിൻ കഴിക്കുമ്പോൾ വല്ലാതെ ഉറക്കം വരിക, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. പ്രാവശ്യം വേറൊരു സംഭവം പരീക്ഷിച്ചിട്ടുണ്ട്. അത് വിജയിക്കുകയാണെങ്കിൽ ഞാൻ ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്യാം അടുത്ത് തന്നെ. അപ്പം ഞാൻ കിടന്നിട്ടില്ല. ഇതിപ്പോൾ കിടക്കാൻ മാത്രമേ പറ്റുള്ളൂ കേട്ടോ. ഞാനിങ്ങനെ ചാരി ഇരിക്കുക, അല്ലെങ്കിൽ വെളിയിലോട്ടുള്ള കാഴ്ചകൾ ഇങ്ങനെ കാണാം. പക്ഷെ നമുക്ക് റൂം പോലെ കാട്ടനൊക്കെ അടച്ച് ഈ ട്രെയിനിൽ അങ്ങോട്ട് ഞങ്ങൾ ട്രെയിനിലാണ് പോയത് അന്ന് തഞ്ചാവൂർക്ക്. ഫുള്ള് രാത്രിയിൽ ബഹളം. നമ്മൾ തൊട്ട് സൈഡിൽ ഇങ്ങനെ ബേർത്തിൽ നോക്കുമ്പോഴത്തേക്ക് ആളുകളൊക്കെ നിന്ന് വർത്താനം പറയുന്നു. നമ്മുടെ തൊട്ടടുത്ത് ഉറങ്ങാനേ പറ്റിയില്ല. തിരിച്ചിങ്ങോട്ട് വന്നപ്പോൾ സുഖമായിട്ട് ഇതേപോലെ കട്ടനോട് ഞാൻ ഒറ്റയ്ക്കുള്ളവരുന്ന അടുത്ത് സുഖമായിട്ട് ഉറങ്ങി. ഇപ്പോൾ രണ്ടുപേരാണെങ്കിൽ രണ്ടുപേരുടെ എടുക്കാം, ഒരെണ്ണമാണെങ്കിൽ ഒരെണ്ണം എടുക്കാം. സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. അപ്പോൾ ഇതേപോലെ ബാംഗ്ലൂർ, ചെന്നൈ ഒക്കെ പോകുന്നവരാണെങ്കിൽ ഈ സ്ലീപ്പർ ബസ് ഓപ്റ്റ് ചെയ്താൽ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. അതർ ദാൻ ട്രെയിൻ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എന്നൊരു തോന്നൽ വന്നു. അപ്പോൾ ഇനി നമുക്ക് പോണ്ടിച്ചേരി ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളായിട്ട് കാണാം. എന്തായാലും കാണിക്കാനുള്ള അതേ ഫ്രണ്ടിൽ ഇതേപോലെ ബാഗ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ബസ് വിശേഷങ്ങൾ. ക്യാബിൻ പോലെയാണ്, കിടക്കാനൊക്കെ നല്ല സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ സമയം രാത്രി 9 മണി. എനിക്കറിയില്ല, അത്യാവശ്യം 5-10 വരെയൊക്കെ ഓക്കെ ആയിരിക്കും. ഒരുപാട് 6 അടി പൊക്കത്തിലൊക്കെ ഉള്ളവർക്ക് എനിക്ക് ഇത്തിരി പാടായിരിക്കും, കുറച്ച് കാലം മുടക്കേണ്ടി വരും. അതെ. പിന്നെ ഞങ്ങൾ പതുക്കെ 9 മണി ആയുള്ളൂ, എന്നാലും വേറൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഫോണൊക്കെ നോക്കി പതുക്കെ ഉറങ്ങാം. രാവിലെ പോണ്ടിച്ചേരിയിലെത്തും. 5:45 കഴിയുമ്പോൾ എത്തും. ആകെയുള്ള ഒരു ടെക്നിക്കൽ ഡിഫിക്കൽട്ടി എന്താന്ന് വെച്ചാൽ ടോയ്ലറ്റ് പരിപാടി ഇല്ല ഇതിനകത്ത്. ടോയ്ലറ്റ് നിർത്തും. അതെ, അതെന്ന് പറഞ്ഞാൽ ആകെ 2 സ്റ്റോപ്പേ ഉള്ളൂ. 2 സ്റ്റോപ്പ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഉണ്ട്, 2 സ്റ്റോപ്പ് ഉണ്ട്. അവിടെ മാത്രമേ നമുക്ക്, എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ബസ്സുകളിൽ അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ കംഫർട്ടബിൾ ആണ്. അതെ. ഹലോ, ഞങ്ങൾ പോണ്ടിച്ചേരി ലാൻഡ് ചെയ്തേക്കാണ്. ഇതിപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ പ്രോമിനേഡിലാണ് കേട്ടോ. ഇത് റോക്ക് ബീച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ പ്രോമിനേഡ് വരുന്നത്. അതിൻ്റെ റെസ്റ്റ് റൂമിലാണ്. റൂം ഉച്ചയ്ക്ക് 12:30 ആവും. ശരിക്കും 2 മണിക്കാണ് ചെക്കിൻ. അപ്പോൾ 12 മണി കഴിയുമ്പോൾ അവർ തരാൻ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ വാഷ്റൂമിൽ വന്ന് അത്യാവശ്യം രാവിലത്തെ പല്ല് തേക്കൽ, വാഷ്റൂമിൽ പോകൽ പരിപാടികളൊക്കെ നടത്തിയേക്കാണ്. ഞാനിങ്ങനെ ഒരു പൗച്ച് എടുത്തിട്ടുണ്ട്. ബാഗ് ഉണ്ട് മുരളിയുടെ കയ്യിൽ. മുരളിയുടെ ഡ്രസ്സ് മാറുന്നുണ്ട്, ഞാൻ ഡ്രസ്സ് മാറുന്നില്ല. ഞാനിങ്ങനെ ഒരു പൗച്ച് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ബ്രഷ്, പേസ്റ്റ്, ഫേസ് വാഷ്, മോയ്സ്ചറൈസർ അതൊക്കെ ഇതിനകത്ത് എടുത്തുകൊണ്ടാണ് വന്നേക്കുന്നത്. അപ്പം ആ പരിപാടിയൊക്കെ കഴിഞ്ഞു, മോൻ കഴിഞ്ഞു, പല്ല് തേക്കലൊക്കെ കഴിഞ്ഞു. ബസ് യാത്ര, ഇപ്രാവശ്യത്തെ ബസ് യാത്ര ഞാൻ അങ്ങനെ പ്രതീക്ഷ അത്ര സുഖകരമായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ ഇങ്ങനെ മായ്ച്ച് കളഞ്ഞേക്കും കേട്ടോ. കാരണം അങ്ങോട്ട് ചെയ്യുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോയത് യാസ് ട്രാവൽസിലായിരുന്നു. അത് നല്ല സുഖമായിരുന്നു. ഇത് സൂര്യ കണക്ട്. അപ്പം അത് ഭയങ്കര താന്ന സീറ്റായിരുന്നു. അപ്പം കുറച്ചല്ല നല്ല അസൽ കുലുക്കമുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ഉറങ്ങി, അത്രത്തോളം സുഖമായിട്ട് ഉറങ്ങാൻ പറ്റിയില്ല. നേരത്തെ പറഞ്ഞില്ല ഭയങ്കര സുഖമാണ് അങ്ങനെയാണെങ്കിൽ നടന്നത്. അപ്പോൾ അതങ്ങ് മാറ്റി കളഞ്ഞേക്കും. എനിക്ക് തോന്നുന്നു ഓരോ ട്രാവൽ അനുസരിച്ച് ഇപ്പം നമുക്ക് ടെമ്പോ തന്നെ, നോർമൽ ടെമ്പോയും മറ്റേ അർബാനിക്ക്, അത് തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ആണ്. അതേപോലെ തന്നെയാണ് ഞങ്ങൾ അർബാനിക്കിലും പോയിട്ടുണ്ട്, നോർമൽ ടെമ്പോ ട്രാവലിലും പോയിട്ടുണ്ട്. അത് രണ്ടും തമ്മിൽ അജാന്തര ഡിഫറൻസ് ആണ്. അതേപോലെ തന്നെയാണെന്ന് തോന്നുന്നു. അർബാനിയ. അപ്പം അതേപോലെ തന്നെയാണെന്ന് തോന്നിയതും ഓരോ കമ്പനി അനുസരിച്ച് ആണ് ആ ഡിഫറൻസ് ഫീൽ ചെയ്യുക. ഇനി അങ്ങോട്ട് യാസ് ട്രാവൽസിൽ തിരിച്ചു പോയിട്ട് ഞാൻ പറയാം അതെങ്ങനെ ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് യാസ് ട്രാവൽസ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു.
ഞാൻ ഷോർട്സിൽ കാണിച്ച റിനി കവറൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ ഞാൻ കവർ ചെയ്തിരുന്നേനെ അതിൻ്റെ കയ്യിൽ. ഹോട്ടൽ പ്രോമിനേഡിൻ്റെ വെളിയിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇത് ഇവിടുത്തെ പോണ്ടിച്ചേരിയിലെ ഒരു ഫേമസ് ഹോട്ടലാണ് പ്രോമിനേഡ് ബൈ ഹൈ ഡിസൈൻ. ഹൈ ഡിസൈൻ ബാഗ് കേട്ടില്ലേ, നമ്മുടെ അവിടെ എയർപോർട്ടിലും ലുലു മോളിലും ഒക്കെ ഹൈ ഡിസൈൻ്റെ ബാഗിൻ്റെ ഷോപ്പുണ്ട്. ഞാനിപ്പോൾ ഇട്ടേക്കുന്നതും ഹൈ ഡിസൈൻ്റെ ഒരു ബാഗാണ്. ഇത് ഞാൻ അവിടെ ലുലു മോളിൽ നിന്ന് മേടിച്ചതാണ്. നല്ലൊരു ലെതർ ബാഗിൻ്റെ ഒരു ഫേമസ് ഷോപ്പാണ് കേട്ടോ. അപ്പോൾ അവരുടെ തന്നെ ഹോട്ടലാണ് ഈ പ്രോമിനേഡ്. പണ്ടത്തെ ഒരു ഹോട്ടലാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ കാണുന്ന റോക്ക് ബീച്ച്. ഇതിൻ്റെ അങ്ങേ അറ്റത്തെങ്ങാണ്ടാണ് ഈ സ്വപ്നക്കൂടിൻ്റെയൊക്കെ ആ പാട്ടിൻ്റെയൊക്കെ ഷൂട്ടിംഗ് നടന്നില്ലേ, ഭാവന വീഴുന്നതൊക്കെ, അത് ആ അറ്റത്താണെന്ന് തോന്നുന്നു. നമുക്ക് പോയി കണ്ടുപിടിക്കാം. അവിടെ നമ്മുടെ ഗാന്ധിജി ഉണ്ട്, ഗാന്ധിജി അപ്പൂപ്പൻ നിൽക്കുന്നത് അവിടെ. അതിൻ്റെ അടുത്ത് പോവാം. ഈ പരന്ന 2 പാറകളായിട്ടാണ് എനിക്ക് തോന്നുന്നത് അന്ന് ഭാവന ഡാൻസ് കളിക്കുമ്പോൾ ഓപ്പോസിറ്റ് മീര ജാസ്മിനും പൃഥ്വിരാജും കുഞ്ചാക്കോ ബോബനും ഒക്കെ ഇരുന്നത്. എൻ്റെ ഓർമ്മയിൽ ഇതാണ്. കാരണം പരന്ന പാറകൾ വേറെ അധികം കാണുന്നില്ല. പിന്നെ ഇതിൻ്റെ താഴെ റോക്കുകളുണ്ട്. സിനിമയിൽ താഴത്തെ റോക്കുകൾ മറിച്ചാൽ മതിയല്ലോ, നേരെ താഴെ വെള്ളത്തിൽ വീണായിട്ടാണല്ലോ കാണിക്കുന്നത്. ഇതിപ്പോൾ ഇതാണ്ട് ഇവിടെയാണ് ഇങ്ങനെ പരന്ന പാറകൾ, ഡാൻസ് കളിക്കാൻ പറ്റിയ പരന്ന പാറകളുള്ളത്. ബാക്കിയെല്ലാം ഇങ്ങനെ കുഞ്ഞു ഇങ്ങനെ ഷാർപ്പ് റോക്സ് ആണ്. അപ്പം ഇതാണെന്നാണ് എനിക്ക് ആ സ്പോട്ട് എൻ്റെ ബലമായുണ്ടോ. പരന്ന പാറകളുണ്ട്, പക്ഷെ അത്രയും ഗ്യാപ്പുള്ള അവരിങ്ങനെ ഓപ്പോസിറ്റ് പോലെ ഇരിക്കുന്ന പാറകളില്ല. താഴെ ആളുകളൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഇവിടെ ആളുകൾ ഇറങ്ങുന്നുണ്ട് താഴോട്ട്. ഒത്തിരി ഇറങ്ങി നിൽക്കാനായിട്ട് കുറച്ച് സ്ഥലമുണ്ട്, എന്നാലും വെള്ളത്തിലോട്ട് ഇറങ്ങുന്നുണ്ട്. ലൈറ്റ് ഹൗസ്, പോണ്ടിച്ചേരിയിലെ പഴയ ലൈറ്റ് ഹൗസ് ആണെന്ന് തോന്നുന്നു ഇത്. ഇവിടെയാണ് നേരത്തെ പറഞ്ഞ് ഗാന്ധിജി അപ്പൂപ്പൻ. ഗാന്ധിജി അപ്പൂപ്പൻ്റെ ഫ്രണ്ടിൽ വേറൊരു അപ്പൂപ്പൻ നിൽക്കുന്നു. അതിൻ്റെ ചുറ്റിനും കുറേ നല്ല രസമുള്ള പില്ലറുകൾ. ആ പില്ലറുകളിൽ ഫുള്ള് കൊത്തുപണികളാണ്. അത് ക്യാമറയിൽ വരുന്നുണ്ടോ കാണുന്നല്ലേ. മുകളിലോട്ട് ഇങ്ങനെ അമ്പലത്തിൻ്റെ ആ ഒരു മോഡൽ, ഡോറിൻ്റെ മോഡലാണ്. താഴോട്ടാണ് ഓരോ രൂപങ്ങളായിട്ട് വരുന്നത്. വേറൊരു രൂപം അപ്പൂപ്പൻ നല്ല മാലയൊക്കെ ഇട്ടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ലൊരു എനിക്കൊന്ന് മാല ഇടയ്ക്കിടയ്ക്ക് മാറ്റുമായിരിക്കും, കാരണം ഫ്രഷ് മാലയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓർമ്മയുണ്ടോ ഇത് സ്വപ്നക്കൂട് സിനിമയിൽ ആ മീര ജാസ്മിൻ പൃഥ്വിരാജിനോട് ഇഷ്ടമാണെന്ന് പറയത്തില്ലേ, ഇങ്ങനെ സൈക്കിളിൽ വെയിറ്റ് ചെയ്ത് പൃഥ്വിരാജ് ഇങ്ങനെ ജീപ്പിൽ വന്ന് ഇറങ്ങുമ്പം, ഓർമ്മയില്ലേ? ആ സീൻ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഈ ബ്രിഡ്ജ്. ഇപ്പം ആ പാലം ഒടിഞ്ഞ് കിടക്കുക കേട്ടോ. അപ്പോൾ അതിനകത്തോട്ട് ഇപ്പോൾ കയറാൻ പറ്റത്തില്ല. അതാണ് നടക്കുന്നത്. ഇവിടുത്തെ ഫേമസ് ആയ ഫ്രഞ്ച് സ്ട്രീറ്റ് ആണ് കേട്ടോ. അനോഖി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒക്കെ ഷോപ്പ് ഇവിടെ കാണും. ഇവിടെ ഇങ്ങനെ ഫുൾ ഒരു ഫ്രഞ്ച് വൈബാണ്. എല്ലാവരും നിന്ന് ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് വഴിനീളെ. ഇപ്പം നമ്മൾ കയറാൻ പോകുന്നത് ദ സ്പോട്ട് എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു ഫേമസ് കഫേയാണ്. അതിൻ്റെ പ്രത്യേകത ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ അകത്തോട്ട് ബിൽഡിംഗ് കാണുമ്പോൾ കാണിച്ചു തരാം. ബിൽഡിംഗ് ഇവിടെ ഞാൻ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് പറയണം കേട്ടോ. ഇപ്പോൾ കമൻറ്റ് ചെയ്യണം. ഇത് കണ്ടിട്ട് എന്തെങ്കിലും ക്ലൂ കിട്ടുന്നുണ്ടെങ്കിൽ വേഗം കമൻറ്റ് ചെയ്യൂ. ഞാൻ എൻ്റെ ഫ്രണ്ട് കാണിച്ചു തരാം. അപ്പം ഐഡിയ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ദേ ഈ തൂണ്, ഈ മോൾവശം, ഈ പടി, ഇതൊക്കെ കണ്ടിട്ട് മുരളിയുടെ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ദേ ഈ പടി കൂടെ കയറി പോകുന്നത്, ഇവിടുന്ന് ആ പാട്ട് സിനിമയിൽ അവരുടെ വീടാണിത്. മുകളിൽ റെന്റിന് താമസിച്ചിരുന്നതും ഈ പടി കൂടെ അതെ ജയസൂരി കുഞ്ചാക്കോനൊക്കെ ഇറങ്ങി വരുന്നത്. ഇഷ്ടമല്ലടാ. അന്ന് കഫേ ഒന്നും അല്ലായിരുന്നു, അന്ന് എന്തായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പം അവർ കൺവേർട്ട് ചെയ്ത് ദ സ്പോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻ്റ് ആക്കി. ഏതൊരു ഗ്രൂപ്പിൻ്റെ ആണിത്, ഗ്രൂപ്പിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആ ഗ്രൂപ്പുകാർ ഇങ്ങനെ ഒരു കഫേ ആയിട്ട് കൺവേർട്ട് ചെയ്തേക്കുകയാണ്. ഇപ്പോൾ മനസ്സിലായില്ലേ, അവരുടെ വീടാണ് കേട്ടോ. മീര ജാസ്മിൻ താമസിച്ചിരുന്ന വീട്, മുകളിൽ അവർക്ക് റെൻറ്റിന് കൊടുത്തിരുന്ന വീട്. ആ പടിയൊക്കെ ഓർമ്മ വരുന്നില്ലേ? പടിയെ കൂടെ അവിടെ ഇരുന്ന് കുറേ സീനുകൾ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇഷ്ടമല്ലട പാട്ടിൻ്റെ കുറേ സീൻ, ഇവിടെയൊക്കെ ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന സീൻ. അവിടുത്തെ ഗേറ്റ്. ഡേറ്റ് എന്താണെന്നറിയാമോ? ഇന്നേ ജൂൺ 1 എൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. സാക്ഷാൽ ചിക്കുമോളുടെ ഹാപ്പി ബർത്ത്ഡേ. അപ്പം ഈ ഹാപ്പി ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനാണ് ഞങ്ങൾ പോണ്ടിച്ചേരിക്ക് വന്നത് കേട്ടോ. സെലിബ്രേറ്റ് ചെയ്യാനെന്നല്ല, ഹാപ്പി ബർത്ത്ഡേക്ക് ഒരു ചേഞ്ച്. ഞങ്ങൾ ബർത്ത്ഡേക്ക് ഏതെങ്കിലും റിസോർട്ടിൽ പോകാറുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ
ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ഈ സ്പോട്ടിൽ വന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാനിങ്ങനെ ഓരോ ലൊക്കേഷൻസ് നോക്കി, ഷൂട്ടിംഗ് ഒക്കെ നടന്ന ഓരോ ലൊക്കേഷൻസ് നോക്കാനായിട്ടുണ്ട്. ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ഷൂട്ടിംഗ് നടന്ന ലൊക്കേഷൻ. സ്വപ്നക്കൂട് ഇതോടുകൂടി കഴിഞ്ഞു. വേറെ ഇനിയും നിങ്ങളെ വെറുപ്പിക്കുന്നില്ല സ്വപ്നക്കൂടെന്ന് പറഞ്ഞ്. അപ്പോൾ രാവിലെ ഒരു ഹോട്ട് ചോക്ലേറ്റോടുകൂടി എൻ്റെ ബർത്ത്ഡേ ദിവസം സ്റ്റാർട്ട് ചെയ്യാണ്. മധുരം ഇല്ലാത്ത ഹോട്ട് ചോക്ലേറ്റാണ്. അതുകൊണ്ട് ഞാൻ ഒരു സാഷേ ബ്രൗൺ ഷുഗർ ഇട്ടു, പിന്നെ ഒരു ക്രോയിസെൻറ്റും. ഇത്രയും മാത്രമേ ഞാൻ കഴിക്കുന്നുള്ളൂ. ഞാൻ കഷ്ടപ്പെട്ട് വെയിറ്റൊക്കെ കുറച്ചല്ലേ. അപ്പോൾ ഇനിയും പെട്ടെന്ന് 3 ദിവസം കൊണ്ട് എൻ്റെ വെയിറ്റ് തിരിച്ച് പഴയ സ്ഥിതിയിൽ എത്തിക്കാൻ പാടില്ലല്ലോ. നിങ്ങൾ വിചാരിക്കും അതിനാണോ ഹോട്ട് ചോക്ലേറ്റ് കുടിക്കുന്നതെന്നല്ലേ. നമുക്ക് പുതിയല്ലേ, ഹാപ്പി ബർത്ത്ഡേ അല്ലേ, സാരമില്ല. മുരളിയേട്ടൻ ടീ വിത്ത് എന്ത് സാധനം മുരളിയേട്ടൻ ഓർഡർ ചെയ്ത്? മസാല എഗ്ഗില്ലേ? പൊട്ടറ്റോ സൊസൈറ്റി ഏതാണ്ടോ കടിച്ചാൽ പൊട്ടാത്തൊരു പേരിലുള്ളൊരു സാധനം മുരളിയേട്ടൻ. ക്രോസെറ്റ്. ക്രോസെറ്റി. അത് എനിക്കറിഞ്ഞൂടെ ഏതാണ്, എനിക്ക് അങ്ങനത്തെ പേര് അറിയത്തില്ല. അതിനെ മുരളിയുടെ പൊട്ടറ്റോ സൊസൈറ്റിൻ്റെ വർണ്ണശബളമായ ബ്രെഡ് ടോസ്റ്റ്, മസാല ഓംലെറ്റ്, പൊട്ടറ്റോ റോസറ്റ്, ടോസ്റ്റഡ് ടൊമാറ്റോ, ടോസ്റ്റഡോ റോസ്റ്റഡോ ടൊമാറ്റോ ഒക്കെ എത്തിയിട്ടുണ്ട്. സ്വപ്നക്കൂടിൽ ആ വീട്ടിലെ എൻട്രൻസ് ഗേറ്റ് ഇതാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ഈ കഫേയുടെ നേരെ ഓപ്പോസിറ്റ്. ഈ കഫേയുടെ ഒരു കോർണറൊക്കെ നല്ലൊരു കോസി ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ അപ്പുറത്താണ് ഇരുന്നത്, കുറച്ച് ഓപ്പൺ ഏരിയ ആയതുകൊണ്ട്. പിന്നെ ഇവിടെ നൈറ്റിൽ ഒരു പബ്ബായിട്ട് പോണ്ടിച്ചേരിയിൽ വരാണെങ്കിൽ ട്രൈ ചെയ്യേണ്ടി വൺ ഓഫ് ദ ബെസ്റ്റ് റെസ്റ്റോറൻറ്റ്സ് ആണ് ദ സ്പോട്ട് കഫേ. ഫുഡ് സൂപ്പറാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റാണ് ഞങ്ങൾ കഴിച്ചത്. ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്ത് എല്ലാം ടേസ്റ്റ് ചെയ്ത് മിക്കവരും ഡിന്നറിനാണ് ഇവിടെ പ്രിഫർ ചെയ്യുന്നത്. കാരണം ഡിന്നർ ആംബിയൻസ് ഭയങ്കര നല്ലതായിട്ടാണ് പറയുന്നത്, ഫുഡും നല്ലതാണ്. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള അറബിന്ദോ ആശ്രമമാണ്. ഇവിടെ വെളിയിൽ തന്നെ നോ ഫോട്ടോഗ്രാഫി, സ്വിച്ച് ഓഫ് മൊബൈൽ ഫോൺസ്, മെയിൻറ്റെയിൻ സൈലൻസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മൊബൈൽ വീഡിയോ ഒക്കെ ഓഫ് ചെയ്ത് അതിനകത്തോട്ട് കയറി കുറച്ചൊന്ന് മെഡിറ്റേഷൻ കാര്യങ്ങൾ ഒക്കെ. അറബിന്ദോ ആശ്രമത്തിനകത്ത് ഇങ്ങനെ ഒരു സമാധി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഇരുന്ന് നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാം. കുറേ പേര് ഇങ്ങനെ പ്രാർത്ഥിക്കുകയും മെഡിറ്റേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാനൊരു മെഡിറ്റേറ്റർ ആയതുകൊണ്ട് തന്നെ ഒരു 10 to 15 മിനിറ്റ്സ് അവിടെ ഞാൻ കുറേ നേരം ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്തു. മുരളിയേട്ടൻ എന്താ സമയത്ത് ചെയ്തതെന്ന് ഞാൻ നോക്കിയില്ല കേട്ടോ. എനിക്കൊരു 15 മിനിറ്റ്സ് മെഡിറ്റേറ്റ്, ഇന്ന് ഞാൻ മെഡിറ്റേഷൻ ചെയ്തില്ലല്ലോ രാവിലെ. അപ്പം ചെയ്തപ്പം ഭയങ്കര ഒരു, നമുക്ക് ആ മെഡിറ്റേഷൻ ഡെയിലി ചെയ്യുമ്പം മൈൻഡിന് ഭയങ്കര റിലീഫാണ് കേട്ടോ. ആസ് എ മെഡിറ്റേറ്റർ അത് ചെയ്യാതിരിക്കുന്ന ദിവസമാണ് ഒരു ഡിസ്കംഫേർട്ട്. ചെയ്തു. കാല് വേദന എടുത്തു. ആ പിരിപിരിപ്പുള്ള തറയിലിരുന്നപ്പോൾ ആ ഒരു ഡിസ്കംഫേർട്ട് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ പാൻറ്റ് കുറച്ച് ടൈറ്റ് ആയിരുന്നു, അതുകൊണ്ട് തറയിൽ ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അല്ലാതെ ഞാൻ നന്നായിട്ട് ചെയ്തു. ഇത് പോണ്ടിച്ചേരി MG റോഡ് ഒരു സ്ട്രീറ്റ് ഷോപ്പിംഗ് സ്റ്റൈലാണ്. കണ്ടപ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ, നല്ല അസല് തിരക്കാണ്. ഞങ്ങൾ വിചാരിച്ചു രാവിലെ വലിയ തിരക്ക് കാണത്തില്ല എന്ന്, പക്ഷെ റോഡിലൊക്കെ നല്ല തിരക്ക്. ഫുള്ള് കടകളെല്ലാം ഓപ്പൺ. ഞായറാഴ്ചയും കൂടെ അല്ലേ, അതും കൂടെ കൊണ്ടായിരിക്കും ഇത്രയും തിരക്ക്. നല്ലൊരു സ്ട്രീറ്റ് ഷോപ്പിംഗ് മാർക്കറ്റാണ് ഫുള്ളായിട്ട് കാണുന്നത്. വഴുനീള കടകളാണ് കേട്ടോ. നമുക്ക് ഏത് മേടിക്കണം, അതെ സൈഡിലോട്ട് നോക്കിയാൽ ഇഷ്ടം പോലെ തുണികൾ, സ്ലൈഡ്, പ്ലാസ്റ്റിക് പാത്രങ്ങൾ, മാറ്റുകൾ. തിരുവനന്തപുരത്തെ ചാല അല്ലെങ്കിൽ എറണാകുളത്തെ ബ്രോഡ്വേ ഒക്കെ പോലത്തെ ഒരു സ്ഥലം. കൂടെ നടക്കാൻ തന്നെ പറ്റുന്നില്ലേ. ഇത് ഞങ്ങളുടെ ഫ്രണ്ടിലത്തെ ട്രാഫിക് ജാം കണ്ടോ, ഫുൾ സ്കൂട്ടർ, ഓട്ടോ. ഇതിനിടയിലൂടെ ഞങ്ങളിങ്ങനെ ഇടുങ്ങി നടക്കുകയാണ്. MG റോഡിൽ വഴിയിൽ കണ്ട ഒരു കടയിൽ നിന്ന് മുരളിയേട്ടൻ വീട്ടിലിടാൻ പറ്റിയ കുറച്ച് ഷോർട്സ് ഒക്കെ നോക്കുക. അത് നല്ലതേ. ഇത്തിരി ബ്ലാക്കും നീലയും വരുന്നതന്നെയല്ലേ. 2 പാൻറ് ഞാൻ ഇവിടെ നിന്ന് എടുത്തു വീട്ടിടാനായിട്ട്. ഒരെണ്ണത്തിന് 100 രൂപയേ ഉള്ളൂ കേട്ടോ. എല്ലാ സൈസിലും അവൈലബിൾ. ഈ ഫ്രോക്കും ഞാൻ എടുത്തു. ഒരു ഫ്രോക്കിന് 300 രൂപയാണ് കൈ ഉള്ളതിന്. കൈ ഇല്ലാത്തതിന് 2XL ഉള്ളൂ. അതെനിക്ക് നല്ല വലുതായിരിക്കും. അപ്പം മിക്കവാറും അത് ചെറുതാക്കേണ്ടി വരും. ഞാൻ വീട്ടിലിടാനാണ് എടുത്തത്, അതുകൊണ്ട് നോക്കാം. ഞാൻ ഇടുമ്പോൾ കുറച്ച് വീട്ടിലിടുന്നതിൻ്റെ ലൂസായാലും കുഴപ്പമില്ല. ബാക്കിൽ കെട്ടുണ്ട്.
ഉച്ചയ്ക്ക് ഒരു 11:30-12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും റൂം റെഡിയായി. അപ്പോഴത്തേക്കും ഞങ്ങൾ പ്രോമിനേഡിൽ വന്ന് ചെക്ക് ഇൻ ചെയ്ത് കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായിട്ട് ലഞ്ച് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിലോട്ട് വന്നു. ഞാൻ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നേ. അപ്പോഴത്തേക്കും പെട്ടെന്ന് അവിടുത്തെ സ്റ്റാഫ് ഇങ്ങനെ ഒരു കേക്ക് കൊണ്ടുവന്നു. ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയേ, ഇവിടെ ഇങ്ങനെ ഒരു കേക്ക് ബർത്ത്ഡേ ആണെങ്കിലും ഞാൻ കേക്ക് അവിടെ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ. അതൊരു സന്തോഷമായി. പെട്ടെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അങ്ങനൊരു കേക്ക് ഒരു നല്ലൊരു സന്തോഷമായിരുന്നു. അപ്പം കേക്ക് കട്ട് ചെയ്ത് ഞങ്ങൾ അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങ് സെലിബ്രേറ്റ് ചെയ്തു. ഒരു സന്തോഷമായിരുന്നു കേട്ടോ. മുന്നോട്ട് പറഞ്ഞു ഏൽപ്പിച്ചു. ഉച്ചയ്ക്ക് നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇപ്പം 7 മണിക്ക് എഴുന്നേറ്റ് ബർത്ത്ഡേ ഡിന്നർ ഡേറ്റ് കഴിക്കാൻ പോവുകയാണ്. 7 മണിക്കൊന്നുമല്ല എഴുന്നേറ്റത് 5:30. എഴുന്നേറ്റത് 5:30. ഇപ്പം റെഡിയായി വന്നപ്പോൾ 7 മണിയായി. ഇവിടെ റോഡിലെല്ലാം നല്ല അസൽ തിരക്ക്. രാവിലെ കണ്ട പോണ്ടിച്ചേരി അല്ല, രാത്രി കാണുന്ന പോണ്ടിച്ചേരി. വഴിയിലെല്ലാം തിരക്കാണ്. നമ്മൾ കയറുന്നത് ചിത്രാസ് ക്യുസീൻ. നല്ല റിവ്യൂ ഒക്കെ കണ്ടിട്ടാണ് വന്നത്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. ഞങ്ങളൊരു ഗുഡ് മോർണിംഗ്. ഞങ്ങളൊരു വണ്ടിയൊക്കെ റെന്റിനെടുത്തു. ഇന്നലെ ഫുള്ള് നടക്കാവുന്ന ദൂരത്തിലാണ്. നടന്നെൻ്റെ അടപ്പിളക്കി രാവിലെ നല്ല ബോഡി പെയിൻ ഉണ്ട്. എന്നാലും നമുക്ക് ഇന്നലെ പോയ സ്ഥലങ്ങളൊക്കെ കാറിൽ പോവുകയാണെങ്കിൽ പാർക്ക് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. നല്ല കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഇന്നലെ ഫുൾ പോയത്. അപ്പൊ ഇന്ന് കുറച്ച് ഇപ്പൊ നമ്മൾ പോകുന്നത് അരികമേടല്ലേ ഇപ്പം അരികമേട് ട്രസ്റ്റിലോട്ടാണ്. അപ്പം ഇത് അത്യാവശ്യം ഒരു 25 മിനിറ്റ്സ് ഉണ്ട് നമ്മൾ താമസിക്കുന്ന വൈറ്റ് ടൗണിൽ നിന്ന്. അപ്പം വണ്ടി എടുക്കുന്നതാണ് സൗകര്യം. റെന്റ് കാർ ഇവിടെ അത്യാവശ്യം വലിയ കുഴപ്പമില്ല. പുള്ളിയുടെ റിവ്യൂ ഒക്കെ നോക്കി നല്ല. ഏതാണ് റെന്റ് കാറിന്റെ പേര് ഓർമ്മയുണ്ടോ? ഒരുപാടെണ്ണം ഉണ്ട്. അല്ല ഇപ്പൊ എടുത്ത ഏതാ? SAS. അത് അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ളത് നോക്കി സാൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു റെന്റ് കാറാണ് എടുത്തേക്കുന്നത്. വണ്ടി വലിയ ഗുണമല്ല, ഒരു പഴഞ്ച വണ്ടിയാണ്. ജനറലി ഇത്തിരി നല്ല സർവീസ് ഒക്കെ ആയിട്ടാണ് റിവ്യൂസിൽ കണ്ടത്. എനിക്ക് കിട്ടിയത് ഒരു പഴയ വണ്ടിയാണ്. ഓട്ടോമാറ്റിക് വേണമെന്ന് പറഞ്ഞു, അതുകൊണ്ടായിരിക്കും. ഓട്ടോമാറ്റിക്കിന് ഇവിടെ എനിക്ക് തോന്നുന്ന യൂസേജ് കുറവായതുകൊണ്ട് ആൾക്കാര് മറ്റേത് മാനുവൽ ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അപ്പൊ ഓട്ടോമാറ്റിക് വെച്ചപ്പോ ഏതോ ഒരു പുള്ളിയുടെ പേഴ്സണൽ വണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിനകത്ത് റെന്റ് കാറിന്റെ ഇതൊന്നും ഇല്ല. ഇവിടുത്തെ ട്രാഫിക് മുല്ലേടം പറയുന്നത് എറണാകുളം ഒന്നും അല്ല എന്ന് പറയുന്നത്. ഭയങ്കര ട്രാഫിക് അല്ല, ഒരുമാതിരി എല്ലാവരും 2 വീലേഴ്സും 4 വീലേഴ്സും എല്ലാം അവരവരുടെ റോഡ് റൂൾ, അവരവരുടെ ഡെഫിനിഷൻ ഓഫ് ഡ്രൈവിംഗ് റൂൾ എന്നുള്ള രീതിയിലാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ എറണാകുളത്തായിരുന്നു ഞാൻ കണ്ടിരിക്കുന്നതിൽ ഏറ്റവും അവരവരുടെ റൂള് വെച്ചിട്ടുള്ളത്. പക്ഷെ ഇത് അതിലും ഇത്തിരി വേഴ്സാന്ന് എനിക്കിത് കണ്ടിട്ട് തോന്നുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ 2 വീലേഴ്സിന്റെ കാഴ്ച. നിങ്ങളൊന്ന് എടുത്തു നോക്കിക്കൊള്ളേ. ഒരാൾക്കൊഴികെ ബാക്കി ഒരാൾക്ക് പോലും ഹെൽമെറ്റും ഇല്ല, ഒന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ കേരളത്തിലെ നമ്മുടെ പോലീസുകാരൊക്കെ ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഇവിടെ കണ്ടാവും. അവനവന്റെ റൂളുമാണ്, വണ്ടി അവനവന് തോന്നുന്ന പോലെ ഓടിക്കുകയും ചെയ്യും. മാത്രമല്ല ഒറ്റ ഒരാൾക്ക് പോലും ഹെൽമെറ്റ് ഇല്ല. അതെ കംപ്ലീറ്റ്. ഓക്കെ, സൈഡിലെ ചേട്ടനില്ല, ചേച്ചിക്കില്ല, ആർക്കും. ഇതാണ് അരികമേട് ട്രസ്റ്റ്. ഇത് പണ്ടത്തെ ഒരു ആർക്കിയോളജിക്കൽ സൈറ്റ് ആണ് കേട്ടോ. ഞാൻ കഷ്ടപ്പെട്ട് 1/2 മണിക്കൂർ ട്രാവൽ ചെയ്ത് മുരളിയേട്ടൻ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ മുരളിയേട്ടൻ ചോദിക്കുകയാണ്, ഇത് കാണാനാണോ ഇവിടെ വന്നതെന്ന്. ഞാൻ പറഞ്ഞത് പണ്ടത്തെ ഒരു ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്നൊരു ബിൽഡിങ്ങാണ്. അതിപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് കണ്ടുപിടിച്ച ഒരു ആർക്കിയോളജിക്കൽ സൈറ്റാണ്. ഇതൊക്കെ കണ്ടിരിക്കണ്ടേ നമ്മുടെ പുരാതനമായ സംഭവങ്ങളൊക്കെ. ഈ അരികമേട് ശരിക്കും ഇൻഡോ റോമൻ ട്രേഡിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈറ്റാണ്. പക്ഷേ അത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻ്റൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞ് ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു സൈറ്റും കൂടാണ്. ഇത് ശരിക്കും അങ്ങനെ ആരും മെയിൻറ്റെയിൻ ചെയ്യുന്നുമില്ല. വല്ലപ്പോഴും കുറച്ച് ആൾക്കാർ ഇതേപോലെ വന്ന് കാണും. കുറച്ച് പശുക്കളും ആടുകളും ഒക്കെ സൈഡിൽ കൂടെ പോകുന്നു. അങ്ങനെ അങ്ങ് കിടക്കുന്ന ഒരു സൈറ്റായിട്ടാണ് വെച്ചേക്കുന്നത്. അരികമേട് ആ സമയത്ത് ചോള ഡൈനാസ്റ്റിയുടെ കീഴിലായിരുന്നു. അപ്പം അതൊരു കോസ്റ്റൽ സെറ്റിൽമെൻറ്റ് പോലെയായിരുന്നു. ഈ ഷിപ്സൊക്കെ അവരുടെ ഗുഡ്സ് ദൂരെ നിന്നൊക്കെ ഇങ്ങനെ ഓഫ് ലോഡ് ചെയ്യുന്നൊരു വലിയ ബ്രിക്ക് സ്ട്രക്ചർ, അവരുടെ ഒരു വെയർ ഹൗസ് പോലെ. അതാണ് ഇപ്പോൾ അവരുടെ റിമെയിൻസ് ആയിട്ട് നമുക്കിങ്ങനെ കുറേ ഇങ്ങനെ ഇഷ്ടിക കഷ്ണങ്ങളൊക്കെ കാണുന്നത്. എന്നുവെച്ചാൽ ഒരു വെയർ ഹൗസ് പോലെ വെച്ചിരുന്ന ഒരു സ്ഥലമാണിത്. ഇതിൻ്റെ കുറച്ച് താഴോട്ട് നടന്നു വരുമ്പോൾ ഇവിടെ ബോട്ടിങ്ങും ഉണ്ട്. ഇത് വേറൊരു സ്ഥലത്തു നിന്ന് മറ്റേ പിച്ചൈ വനം എന്ന് പറഞ്ഞ് ഞങ്ങൾ തഞ്ചാവൂർ ഡാൻസ് കളിക്കാൻ പോയപ്പോൾ ഞാൻ കാണിച്ചില്ലായിരുന്നു. പോണ്ടിച്ചേരിയിൽ നിന്ന് തന്നെ ബോട്ടിങ്ങിന് പോയത്.
അതേപോലെ പിച്ചേ വനത്തു നിന്നും ഉണ്ട്, അത് മാൻഗ്രൂവ് ഫോറസ്റ്റ്. ഇവിടെ നിന്നും ബോട്ടിങ്ങിന് പോവാം. ഇവിടെ ഇപ്പോൾ കുറേ പേര് ബോട്ടിങ്. ഞാൻ കയറുന്നതിന് മുന്നേ ഒരാളുടെ അടുത്ത് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞെന്താണെന്ന് വെച്ചാൽ 4 സ്ഥലമുണ്ട്. ഒരു ലൊക്കേഷൻ ഈ അരികമേട് ട്രസ്റ്റാണ്, പിന്നെ 3 ലൊക്കേഷനും കൂടെ ഉണ്ട്. അപ്പോൾ ആ ബോട്ടിങ് സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് ഈ 4 ലൊക്കേഷനിലും കൊണ്ടുപോയിട്ട് തിരിച്ചു വരും. ഇത് ഒരു ലൊക്കേഷനാണ്. എൻ്റെ സൈഡിൽ ഇരിക്കുന്ന ഓനും യൂട്യൂബുകാരനാണെന്ന് തോന്നുന്നു, ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുക്കുന്നുണ്ട്. ഹായ് ഗൈസ് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ കയറാൻ പോകുന്നത് കസാബ്ലാങ്ക എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പാണ്. ഇത് ഹെറിറ്റേജ് സ്ട്രീറ്റിലാണ് കേട്ടോ. ഒരു സോവിനിയർ ഷോപ്പാണ്, ഇവിടുത്തെ ഫേമസ് സോവിനിയർ ഷോപ്പാണ് കസാബ്ലാങ്ക. ഈ കസാബ്ലാങ്കയിൽ ഹൈ ഡിസൈൻ്റെ കുറേ ബാഗ്സ് 50% ഓഫറിലൊക്കെ ഉണ്ടായിരുന്നു, സെയിലുണ്ടായിരുന്നു. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് കേട്ടോ ഹൈ ഡിസൈൻ്റെ ഫാക്ടറി ഔട്ട്ലെറ്റ്. അപ്പോൾ ഞാൻ ഇവിടെ കയറിയോണ്ട് പിന്നെ വീണ്ടും ഫാക്ടറി ഔട്ട്ലെറ്റിൽ കയറിയില്ലാന്നേ ഉള്ളൂ. ഇവിടെ തന്നെ ഒരുവിധം നല്ല ബാഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാനൊരു ചെറിയ ഹൈ ഡിസൈൻ്റെ ബാഗ് മേടിച്ചു. പിന്നെ ഇതേപോലെ കുറേ ഇങ്ങനെ പോട്രി സാധനങ്ങൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല കളർഫുള്ളായിട്ടുള്ള ചെറിയ ചെറിയ പോട്രികൾ. അത് ഞാനിങ്ങനെ വെറുതെ നോക്കിയുള്ളൂ. ബാഗ് മേടിച്ചു, പിന്നെ പോട്രികളൊക്കെ ഇങ്ങനെ വെറുതെ കണ്ട് നടന്നു. ഷോപ്പിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെത്തി ഞങ്ങൾ. ഉള്ളേട്ടൻ ഷർട്ട്സ് ടീഷർട്ട്സ് ഒക്കെ നോക്കിക്കൊണ്ട് ഇന്നൊരു പിങ്ക് വണ്ണം സെലക്ട് ചെയ്തു. ഞാൻ പറയായിരുന്നു പെണ്ണുങ്ങളെക്കാട്ടിലും സമയമാണ് സെലക്ട് ചെയ്യാനായിട്ട്. ഒരു മണിക്കൂറായി ഈ ടീഷർട്ട് പലതും ഇവിടെ ഇട്ട് നോക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഇത് ഭയങ്കര ഓവർ. എത്ര സമയം. പിന്നെതാ ഈ മൾട്ടി കളറാണ് ഉള്ളേട്ടൻ എടുത്തത്. ഒരു 6 എണ്ണം ഇട്ട് നോക്കി. അങ്ങനെ ഉള്ളേട്ടന് അവസാനം 2 എണ്ണം എടുത്തത്. ഞാൻ സെക്കൻഡ് ഫ്ലോറിലോട്ട് എത്തി. ഈ സെയിം കസാബ്ലാങ്കയിലെ സെക്കൻഡ് ഫ്ലോറാണ് കേട്ടോ. ഇവിടെ കുറേ ഹോം ഡെക്കർ ലേഡീസ് ഐറ്റംസ് ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. കൊട്ട വട്ടികൾ ആണ് ഇവിടെ കാണുന്നത്. ഇവിടെ കുറേ ടവൽസും ടേബിൾ മാറ്റ്സും റണ്ണേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. റണ്ണേഴ്സ് എനിക്ക് എവിടെ പോയാലും ഭയങ്കര ഇഷ്ടമാണ് കണ്ടാൽ. ഞാൻ ഡൈനിങ് ടേബിൾ ക്ലോത്ത്സ് ആയിട്ട് മേടിക്കാറില്ല, റണ്ണേഴ്സായിട്ടാണ് നോക്കുന്നത്. അപ്പം ഈ ബ്ലൂ റണ്ണർ ഞാൻ എടുത്തായിരുന്നു. ഇപ്പം ഞങ്ങൾ ഹെറിറ്റേജ് വാക്കിന് വന്നേക്കുകയാണ്. അപ്പം ഇതിപ്പം തമിഴ് ക്വാർട്ടറിലാണ് ഹെറിറ്റേജ് വാക്കിന് വന്നേക്കുന്നത്. ഹെറിറ്റേജ് വാക്ക് ഫ്രഞ്ച് ക്വാർട്ടറിലും തമിഴ് ക്വാർട്ടറിലും ഉണ്ട്, അവർ നടത്തുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഫ്രഞ്ച് ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം തന്നെയാണ് വൈറ്റ് ടൗൺ. ഇതിപ്പോൾ തമിഴ് ക്വാർട്ടർ. അവരുടെ ഒരു ടിപ്പിക്കൽ ഫ്രാങ്കോ ടൈപ്പ് ഹൗസ് എന്ന് പറഞ്ഞാൽ, ഫ്രാങ്കോ എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് തമിഴ് കൾച്ചർ. ആദ്യമായിട്ട് ഈ മുകളിൽ 2 നില ടൈപ്പ് വീട്, അങ്ങനെ ആ ഫ്രഞ്ച് കൾച്ചറും കൂടെ അഡാപ്റ്റ് ചെയ്ത് പണിത് വീടാണെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു സോഷ്യൽ ലൈഫൊക്കെ ആയിട്ട് മുറ്റം ഒക്കെ വെച്ചിട്ട് അങ്ങനെ. നമ്മളിപ്പോൾ പോയ മെയ്സൺ പെരുമാൾ ഹോട്ടലൊക്കെ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഫുള്ള് തമിഴ് സ്ട്രീറ്റാണ് കേട്ടോ, തമിഴ് ക്വാർട്ടറാണ്. ആ നിൽക്കുന്ന ആളാണ് ഞങ്ങളുടെ ഗൈഡ്. ഇവിടെ എല്ലാം ഈ ബ്രിട്ടീഷ്, പോർച്ചുഗീസ്, ഡച്ച്, ഫ്രഞ്ച് എല്ലാ ആൾക്കാരും വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഭരിക്കാനായിട്ട്. ഞാൻ വിചാരിച്ചിരുന്നത് ആ ഒരു ഫ്രഞ്ച് കൾച്ചർ ഭാരതീയർ കുറച്ച് നാൾ താമസിച്ചിരുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ. ഇതിപ്പം ഇങ്ങനെ പബ്ലിക്കിനായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തേക്കാണ്. ഇതിപ്പം ഇന്ന് ഞങ്ങൾ മൺഡേയാണ് വന്നേക്കുന്നത്, അതുകൊണ്ട് ഇന്ന് ക്ലോസ്ഡ് ആണ്. അല്ലെങ്കിൽ ഇതിനകത്ത് വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. അപ്പം കുറച്ച് നാൾ ഭാരതീയർ താമസിച്ചിരുന്ന ഒരു സ്ഥലം. ബ്രിട്ടീഷിൻ്റേത് എസ്കേപ്പ് ചെയ്യാനും ഒക്കെ ഫ്രഞ്ചുകാരുടെ ഹെൽപ്പ് എടുത്തിരുന്നു എന്നാണ് പറയുന്നത്. മുത്തുമാരിയമ്മൻ കോവിലാണ്. നല്ല വലിയ അമ്പലമാണ് കേട്ടോ. ശരിക്കും ഇത് 700 വർഷം പഴക്കമുള്ളൊരു അമ്പലമാണ്. എല്ലാ 12 വർഷം കൂടുമ്പോഴും അത് റിനോവേറ്റ് ചെയ്യും. അപ്പം ഈയിടെ കുംഭാഭിഷേകമൊക്കെ നടന്നപ്പം റിനോവേറ്റ് ചെയ്താണ്. ഭാരതീയറൊക്കെ വന്ന് ഇവിടെ പാടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. സാമാന്യം അപ്പം നല്ലൊരു വലിയ അമ്പലമാണ്, നല്ല ഫണ്ടൊക്കെ ഉള്ള ഒരു വലിയ അമ്പലമാണ്. അതാണ് ഞാൻ ചോദിച്ചത്, പുതിയ അമ്പലം പോലെ ഇരിക്കുന്നത്. 700 വർഷം പഴക്കമുള്ളൊരു അമ്പലമായിട്ട് തോന്നുന്നില്ലല്ലോ കണ്ടപ്പോൾ. അത് അപ്പോൾ എപ്പോഴും പൈസയൊക്കെ നല്ലപോലെ ഉള്ളതുകൊണ്ട് റിനോവേറ്റ് ചെയ്ത് അങ്ങനെ വെച്ചേക്കുന്നതാണെന്നാണ്. ഈ ദേവിയുടെ കയ്യിൽ കണ്ടോ, ഒരു കയ്യിൽ പാമ്പും മറ്റേ കയ്യിൽ ഇങ്ങനെ ഫയറുമാണ് പിടിച്ചേക്കുന്നത്. അത് നമ്മുടെ കാടിൻ്റെ ദൈവമായിട്ടൊക്കെയാണ് പറയപ്പെടുന്നതെന്നാണ് പറഞ്ഞത്. അങ്ങനെ കാടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ദേവി, അങ്ങനെയാണ് സങ്കല്പം. ആർക്കിടെക്ചറൽ വർക്കൊക്കെ നല്ല രസമുണ്ടല്ലേ. നമ്മുടെ കേരളത്തിലെ അമ്പലങ്ങൾ എനിക്ക് ആറ്റുകാലിൽ ഇങ്ങനത്തെ ഒരു കൊത്തുപണിയൊക്കെ കണ്ടിട്ടുണ്ട്. നല്ല രസമല്ലേ. ഫുള്ള് ദേവിയുടെ പല രൂപങ്ങളാണ്. സൈഡിൽ ഗണപതിയുണ്ട്, അല്ലാതെ കൂടുതലും ദേവിയുടെ രൂപങ്ങളാണ് കൂടുതൽ. ഞങ്ങളിങ്ങനെ കുറച്ച് നടന്നു വന്നപ്പം ഒരു വിഷ്ണു ടെമ്പിളാണ്. ഈ വിഷ്ണു ടെമ്പിളിൻ്റെ ആ ഒരു സ്കൾപ്ചറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ നമ്മുടെ ശരീരത്തിലെ 7 ചക്രകളിലെ ബേസ് ചെയ്താണ് ഇവിടുത്തെ കൺസ്ട്രക്ഷൻ എന്നാണ് പറഞ്ഞത്. ഇത് നോക്കുമ്പോഴത്തേക്കും ആ മഹാവിഷ്ണുവിൻ്റെ പല അവതാരങ്ങൾ, 10 അവതാരങ്ങളിലെ ബേസ് ചെയ്താണ്
ആ ടെമ്പിൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. വേറെ ഒരു ഡീവിയേഷനും ഉണ്ടാവില്ല. ശിവൻ്റെ ടെമ്പിളാണ്. അപ്പം ഇവർ പറയുന്നത് മഹാവിഷ്ണുവിൻ്റെയും ശിവൻ്റെയും ടെമ്പിൾ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ശിവൻ്റെ ടെമ്പിളിൽ ഭയങ്കര ആയിട്ട് കൊത്തുപണികൾ ഭയങ്കര കൂടുതലായിരിക്കും. ശിവൻ്റെ പല കഥകളാണ് ഇതിൻ്റെ കൊത്തുപണികൾ. മറ്റേത് കൃഷ്ണൻ്റെ അവതാരങ്ങൾ മാത്രമായിട്ട് ആ ഒരു ഇത് മാത്രമല്ല, ഇത് ഭയങ്കര ഫുൾ കൊത്തുപണികൾ, ശിവൻ്റെ ഫുൾ കഥകൾ അങ്ങനെയാണെന്നാണ് പറയുന്നത്. അത് കാണുമ്പോൾ നമുക്ക് ആ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ. ഫുൾ കൊത്തുപണികൾ, മഹാദേവൻ്റെ ആ കഥകളാണ്, ഓരോ കഥകൾ. ഇപ്പോൾ അപ്പുറത്ത് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ, സ്ക്രീനിൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ആ മാർക്കണ്ഡേയൻ ജീവൻ രക്ഷിക്കാൻ കെട്ടിപ്പിടിച്ച് അങ്ങനെ പല 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 കഥകളായിട്ടുള്ള ഇതാണ്. സ്ട്രീറ്റിൻ്റെ പേര് വൈശാൽ സ്ട്രീറ്റ് എന്നാണ് കേട്ടോ. ഇത് ഇവിടെ ഇങ്ങനെ കുറേ നല്ല ടൈപ്പ് ഈ ഹെറിറ്റേജ് ടൈപ്പ് വീടുകളാണുള്ളത്. ഇപ്പോൾ കാണുന്നില്ലേ ഈ യെല്ലോ ഹൗസും ഒക്കെ. അപ്പം ഇതിപ്പോൾ ശരിക്കും ഗവൺമെൻറ്റും ഒക്കെ ആയിട്ട് ഇതിന്, ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ യുനെസ്കോയും എല്ലാം കൂടെ ചേർന്ന് ഇതിന് ഒരു പൈസ കൊടുത്ത് അവർക്ക് റീസ്റ്റോറേഷൻ ചെയ്യുകയാണ്. അതൊക്കെ അങ്ങനെ പൈസ കൊടുത്തിട്ട് റെസ്റ്റോറേഷൻ ചെയ്യുകയാണ്. അല്ലെങ്കിൽ ഇതെല്ലാം കൊളാപ്സ് ചെയ്ത് പോകും. പക്ഷെ നല്ല ആർക്കിടെക്ചറൽ നല്ല വാല്യൂ ഉള്ളതല്ലേ. നല്ല വാല്യൂ എന്ന് പറഞ്ഞാൽ ആർക്കിടെക്ചർ ഇങ്ങനത്തെ വീടുകളൊന്നും ഇപ്പോൾ കാണാൻ പോലും കിട്ടത്തില്ല. അപ്പം ഇതിൻ്റെ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, അങ്ങനെ തന്നെ അത് റീസ്റ്റോർ ചെയ്യാനായിട്ട് എല്ലാവരും മുൻകൈ എടുത്തിട്ട്. വീടെന്ന് പറയുന്നത് 2 States എന്ന് പറയുന്ന ഹിന്ദി ഫിലിമില്ലേ, അതിനകത്ത് ഹീറോയിൻ്റെ വീടായിട്ട് കാണിക്കുന്നത് ഈ വീടാണ്. നമ്മൾ ഇന്നലെ ശ്രീ അരബിന്ദോ ആശ്രമത്തിൽ പോയില്ലേ. അപ്പം ശ്രീ അരബിന്ദോ ബ്രിട്ടീഷുകാരുടെ നിന്ന് എസ്കേപ്പ് ചെയ്യാനായിട്ട് ആദ്യം ഇവിടെയാണ് സ്റ്റേ ചെയ്തിരുന്നത്. ഇവിടെ ഒരു മുകളിലത്തെ മുറിയിൽ ഒരു അരിപ്പെട്ടിക്കകത്ത് ആണ്, ഒരു റൈസ് ബോക്സിൽ 3 ദിവസം ഒളിച്ച് താമസിച്ചിരുന്നു കേട്ടോ. ഇപ്പം ഇവിടത്തെ ആൾക്കാർ ആ റൈസ് ബോക്സ് എന്നും പോയി തുടച്ച് വൃത്തിയാക്കി മെഡിറ്റേഷനൊക്കെ അതിനകത്ത് നടത്തുന്നുണ്ട്. പൂക്കളൊക്കെ തമിഴ് ക്വാർട്ടറിൽ നിന്ന് ഇപ്പം ക്രിസ്ത്യൻ ക്വാർട്ടറിലോട്ട് വന്നു. അപ്പം ഇപ്പം നിൽക്കുന്നത് ഒരു ഫ്രഞ്ച് കത്തീഡ്രലിന് മുന്നിലാണ് കേട്ടോ. അപ്പം ഈ ഫ്രഞ്ച് കത്തീഡ്രലിനെന്ന് പറഞ്ഞാൽ ഇത് മദർ ഓഫ് ഓൾ ചേർച്ചസ് എന്നാണ് പറയുന്നത് ഈ ഫ്രഞ്ച് കത്തീഡ്രലിന്. കാരണം ഇതാണ് ആദ്യം വന്ന ഒരു ചേർച്ച്, ഇവിടുത്തെ ഫസ്റ്റ് ചേർച്ചാണ് ഇത്. ഇവിടുത്തെ സെൻട്രൽ ചേർച്ചായിട്ട് ഡയറക്ഷനൊക്കെ നോക്കാനായിട്ട് പോർച്ചുഗീസുകാരൊക്കെ യൂസ് ചെയ്തിരുന്ന ഒരു ചർച്ചാണ്. സീയുമായിട്ട് പണ്ടിവിടെ ബിൽഡിങ്സ് ഒന്നും ഇല്ലായിരുന്നപ്പം മണ്ണൽ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ആദ്യം ടോളായിട്ടുള്ളൊരു കൺസ്ട്രക്ഷൻ ആയിരുന്നുകൊണ്ട് നല്ല പൊക്കത്തിലുള്ളൊരു ബിൽഡിംഗ് അല്ലേ. അപ്പോൾ അതിൻ്റെ ആ ദൂരെ നിന്നൊക്കെ ഷിപ്പിലും ബോട്ടിലും ഒക്കെ ആൾക്കാർ വരുമ്പം പോയിന്റ് കാണാനായിട്ട്, ഒരു ഡയറക്ഷൻ ഓറിയൻറ്റേഷനൊക്കെ കാണാനായിട്ട് ആൾക്കാർ യൂസ് ചെയ്തിരുന്ന ഒരു ചേർച്ചാണ് ക്രിസ്ത്യൻ ക്വാർട്ടറിൽ. ആ കത്തീഡ്രൽ ഇരിക്കുന്ന ആ 2-3 സ്ട്രീറ്റിൽ ക്രിസ്ത്യൻസാണ് ഫുള്ള് താമസിക്കുന്നതാണ് പറഞ്ഞത്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ മുസ്ലിം ക്വാർട്ടറിലാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വീടുകളുടെ കൺസ്ട്രക്ഷനാണ്. പണ്ട് മുഗൾ എംപറേഴ്സും ഒക്കെ വന്ന് കൺസ്ട്രക്ട് ചെയ്ത വീടുകളാണ്. ഞാൻ കണ്ട ആ ഫ്രാങ്കോ തമിഴ് ആർക്കിടെക്ചർ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത കണ്ടോ, ആ താഴോട്ട് ആ ഗ്രീൻ കളർ, അതൊക്കെ ആ ഒരു താജ്മഹലിൻ്റെ ആ ഒരു ചെറിയ ആ ഒരു ടൈപ്പ് വരുന്നില്ലേ. പിന്നെ മുകളിൽ ആ ബാൽക്കണി എന്ന് വെച്ചാൽ ഇത് അത്രയും വർഷം പഴക്കമില്ല. നേരത്തെ ആ തമിഴ് കൾച്ചറിൽ കണ്ട അത്രയും വർഷം പഴക്കമില്ല. ഇതിപ്പോൾ 100 വർഷമൊക്കെ പഴക്കമുള്ള വീടാണ്. മറ്റേതൊക്കെ ഒരു 600-700 വർഷം പഴക്കമുള്ള വീടായിരുന്നു. അതുകൊണ്ടാണ് ഇതിപ്പോൾ കുറച്ച് പുതിയ വീടുകളായതുകൊണ്ടാണ് ഈ ബാൽക്കണി സിസ്റ്റം ഒക്കെ മുകളിൽ വന്നത്. കർണാട്ടിക് വാർസ് എന്നാണ് പുള്ളി പറഞ്ഞു തന്നത്. കർണാട്ടിക് വാറിൻ്റെ സമയത്ത് നമ്മുടെ ടിപ്പു സുൽത്താൻ അവരൊക്കെ ഫ്രഞ്ച് ബ്രിട്ടീഷുകാരും ഒക്കെ ആയിട്ട് അടിയുണ്ടാക്കിയാണ് കുറേ പേരൊക്കെ ഈ ഭാഗത്തൊക്കെ വന്നു എന്നാണ് പറയപ്പെടുന്നത്. 3rd ഡേ അറ്റ് പോണ്ടിച്ചേരി. ഞാൻ നിൽക്കുന്നത് അറോവില്ലയിലാണ്. ഈ അറോവില്ല ഇവിടുത്തെ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് കേട്ടോ. പോണ്ടിച്ചേരിയിൽ വരുന്നവർ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് അറോവില്ല. ഇത് ശ്രീ അറോബിന്ദോ സ്റ്റാർട്ട് ചെയ്ത ഒരു ടൗൺഷിപ്പാണ് അറോവില്ല എന്ന് പറയുന്നത്. ശ്രീ അറോബിന്ദോവും അദ്ദേഹത്തിൻ്റെ ഒരു സന്തത സഹചാരിയായിരുന്ന ശ്രീ മാതാജിയും കൂടെ സ്റ്റാർട്ട് ചെയ്ത ഒരു ടൗൺഷിപ്പാണ്. ഒരു ഇൻ്റർനാഷണൽ ടൗൺഷിപ്പാണ് ഇതിൻ്റെ പ്രത്യേകത. അറോവില്ലയുടെ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ, നമുക്ക് ലോകത്ത് ഒരു സ്ഥലമെങ്കിലും ആൾക്കാർ സ്നേഹിക്കാനും തമ്മിൽ ഒരു സമാധാനത്തിൻ്റെ, നമുക്ക് സ്വന്തമെന്ന് അവകാശപ്പെടാതെ, സാധാരണ എല്ലാവർക്കും ഇതെൻ്റെ സ്വന്തം അങ്ങനെ അവകാശപ്പെട്ടല്ലേ ജീവിക്കുന്നത്. അങ്ങനെ ഇതെൻ്റെ സ്വന്തം എന്ന് അവകാശപ്പെടാതെ എല്ലാവരും ആ ഒരു ഐക്യത്തോടെയും സമാധാനത്തോടെയും ഈ ലോകത്ത് വഴക്കുകളും തർക്കങ്ങളും ഇല്ലാതെ ജീവിക്കുന്ന ഒരു ഇടം. അങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയപ്പോൾ അരബിന്ദോ ജിയുടെ ഒരു മനസ്സിലുണ്ടായിരുന്ന ഒരു തത്വം. ഇത് മാതൃമന്ദിർ. അരബിന്ദോജിയുടെ കൂടെ ഉണ്ടായിരുന്ന മാതാജി ആ അറോവില്ലോ ആശ്രമത്തിൻ്റെ
നടുവിലായിട്ട് ഉണ്ടാക്കിയതാണ് ഈ മാതൃമന്ദിർ. ഇത് അവരുടെ യൂണിറ്റിയെ സിംബിളൈസ് ചെയ്യാനായിട്ട് നമുക്ക് മെഡിറ്റേഷനൊക്കെ ചെയ്യാനായിട്ടാണ് ഈ മാതൃമന്ദിർ ഉണ്ടാക്കിയേക്കുന്നത്. ഒരു താമര ഫുള്ളായിട്ട് വിരിഞ്ഞു നിൽക്കുന്ന ഷേപ്പിലാണ് ഈ ഞങ്ങൾ നടന്ന് ഇതിപ്പം ശ്രീ ഭാരതിയാർ ഭവനാണ്, ഭാരത് മന്ദിർ. ഇവിടെ കയറുന്ന ഉടനെ തന്നെ ഒരു ഷോപ്പുണ്ട്. ഇവർ തന്നെ ഇതിനകത്ത് ഉണ്ടാക്കുന്നതാണ് കേട്ടോ എല്ലാം. വൈൽഡ് ലൈഫ് മ്യൂസിയമാണ്. വൈൽഡ് ലൈഫ് മ്യൂസിയത്തിൽ ഇങ്ങനെ ഒരു സ്റ്റാച്ചു പോലെ എല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്. മുരളിയേട്ടൻ കുറച്ച് കരടിയുടെയും കരടി കുഞ്ഞുങ്ങളുടെയും ഇടയിലിരിക്കുക. ഞാൻ ഫോട്ടോ എടുക്കാൻ പോവാം. പുറത്തിറങ്ങിയിട്ട് ഫുൾ ഇങ്ങനത്തെ ഈ വൈൽഡ് ലൈഫ്, പോത്ത്, പിന്നെ കുറേ പക്ഷികളുണ്ട്, മുതലയുണ്ട്. ഇനി അങ്ങോട്ട് കുറച്ച് ബട്ടർഫ്ലൈ, എല്ലാത്തിൻ്റെ ഇങ്ങനെ രൂപങ്ങൾ വച്ചേക്കാണ്. പാമ്പ്. ഒരു കളരിപ്പയറ്റ് ട്രെയിനിങ് അക്കാഡമി ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു April 24-ന്. അത് ഇവിടെയാണെന്ന് തോന്നി. ഇപ്പോൾ അത് അടച്ചു. ഇവിടെയൊക്കെ ഓരോ ഷോപ്സാണ്, ഓരോ സോവിനിയർ ഷോപ്പ്, ക്യാൻഡിൽ ഷോപ്പ്, പിന്നെ ഓരോ ചിരട്ട വെച്ചിട്ടുണ്ടാക്കിയ സാധനങ്ങൾ. അതൊക്കെ ഇവിടെ തന്നെ താമസിക്കുന്ന ഓരോ ആൾക്കാരുണ്ടാക്കിയ സാധനങ്ങൾ ഇവരിവിടെ സെയിലിൽ വെച്ചേക്കുകയാണ് കേട്ടോ. ഞങ്ങൾ വെളിയിലൊരു ഷോപ്പ് കണ്ടത് ഞാൻ പറഞ്ഞില്ല, ഇൻ്റർനാഷണൽ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങോട്ടൊന്നും നമുക്ക് കയറാൻ പറ്റത്തില്ല. ഒരു ഷോപ്പിലൊരു ഫ്രഞ്ച് ലേഡിയായിരുന്നു. ഇതിപ്പോൾ ഇവിടുത്തെ തന്നെ ഇതിപ്പോൾ തമിഴ് ആൾക്കാരൊക്കെയാണ് ഇവിടെ ഷോപ്പിൽ നിൽക്കുന്നത്. പക്ഷേ പല രാജ്യത്തു നിന്ന് ഉള്ള ആൾക്കാർ ഉണ്ടാക്കിയ സാധനങ്ങളാണ് കേട്ടോ ഇവിടെ സെയിലിന് വെച്ചേക്കുന്നത്. ഈ ക്യാൻഡിൽസും ഹാൻഡ് മെയ്ഡ് ഓരോ ചെറിയ കൊട്ട പോലത്തെ സാധനങ്ങളും. ഇത് ഇവിടുന്ന് അങ്ങോട്ട് അകത്തോട്ട് ഇൻ്റർനാഷണൽ സോണാണ്. ഇൻ്റർനാഷണൽ സോൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫ്രഞ്ചുകാരൊക്കെ താമസിക്കുന്ന സ്ഥലം. നമുക്ക് അകത്തോട്ടൊന്നും കയറാൻ പറ്റത്തില്ല. ചുമ്മാ ഞാൻ വെളിയിൽ നിന്ന് പോയി കാണിച്ചു തരാം. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് അതിൻ്റെ ഒരു എൻട്രൻസും, അകത്തോട്ടാണ് വരുന്നത് അവരുടെ വീടുകളൊക്കെ. ഇവിടെ അവരുടെ ഫ്രഞ്ചുകാരുടെ ഗസ്റ്റുകൾ വരുമ്പോഴും ഒക്കെ ഇവിടെ താമസിപ്പിക്കുന്നെന്നാണ് പറഞ്ഞത്. കുറച്ചധികം പേര് ഇവിടെ താമസമുണ്ട് കേട്ടോ. ഒത്തിരി, എത്ര പേരാണെന്ന് ചോദിച്ചാൽ. വേറൊരു സൈഡ് ഫുള്ള് നല്ല ബുട്ടീക്സാണ്. കൽക്കി, മിറ, അങ്ങനെ പലതരം ബുട്ടീക്സാണ് കേട്ടോ. ഡി അറോവില്ലേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഫ്രഞ്ച് ബുട്ടീക്സാണ് കൂടുതലും. ഇവിടുത്തെ ഹാൻഡ് മെയ്ഡ് തുണികളും ഒക്കെ ഈ അറോവില്ലയിൽ തന്നെ ഉണ്ടാക്കിയ നല്ല പ്യുവർ ഹാൻഡ് ക്രാഫ്റ്റഡ് കോട്ടൺ മെറ്റീരിയൽസ് ആണ്. ഇത് അറോവില്ലയിലുള്ള മിറ ബുട്ടീക്കാണ്. ഞാൻ എടുക്കാൻ പ്ലാൻ ചെയ്തൊന്നും കയറിയതല്ല. പക്ഷെ കയറിയപ്പോൾ എനിക്ക് അവിടുത്തെ ഡ്രസ്സിങ് സ്റ്റൈൽസ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പുറത്ത് കാണുന്ന ടൈപ്പ് ഡ്രസ്സുകളായിരുന്നില്ല. അങ്ങനെ ഞാനൊരു ഗ്രീൻ സ്കേർട്ടും വൈറ്റ് ടോപ്പും എടുത്തായിരുന്നു. ഇപ്പോഴും ഇടുമ്പോൾ കാണിക്കാം. അങ്ങനെ നമ്മുടെ പോണ്ടിച്ചേരി യാത്രയുടെ അവസാന ഘട്ടത്തിൽ എത്തിയേക്കുകയാണ്. വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് റോക്ക് ബീച്ചിൻ്റെ അവിടെ നിന്ന് തന്നെ നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം. ആ ബീച്ചിൻ്റെ സൈഡിൽ ഞങ്ങൾ വന്നിരിക്കുകയാണ്. ആ ഒരു സ്ഥലത്തു നിന്ന് തന്നെ നമുക്ക് യാത്ര ഇവിടെ നിർത്താം. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ ഹോട്ടലിൽ പോയി PT ഒക്കെ എടുത്ത് ഡിന്നർ കഴിച്ചിട്ട് തിരിച്ച് ബസ് സ്റ്റാൻഡിൽ പോയി അവിടെ നിന്ന് തിരിച്ചു പോകും. അത്രേ ഉള്ളൂ പരിപാടി. അപ്പം ഇവിടെ വെച്ചിട്ട് തന്നെ വീഡിയോ അങ്ങ് എൻഡ് ചെയ്യാമെന്ന് തോന്നി. അപ്പം നിങ്ങൾക്ക് പോണ്ടിച്ചേരിയിൽ വരണം. ഈ വീഡിയോ കുറച്ച് ലോങ് ആയിരിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ കഴിച്ച ഫുഡൊക്കെ ഞാൻ വേറൊരു അടുത്ത വ്ളോഗിൽ വാട്ട് ഐ എയ്റ്റ് ഇൻ പോണ്ടിച്ചേരി എന്ന് പറഞ്ഞിട്ട് ഒരു വ്ളോഗായിട്ടായിരിക്കും ഇടുന്നത്. അപ്പം അതിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് ഇവിടുത്തെ ഫുഡ് കൾച്ചറും ഫുഡ് ഔട്ട്ലെറ്റ്സിനെയൊക്കെ പറ്റി അറിയാൻ പറ്റും കേട്ടോ. അപ്പം അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിരുന്നെങ്കിൽ ഈ വീഡിയോ വല്ല 2 മണിക്കൂറായി പോയേനെ. ഇത് തന്നെ കുറച്ച് ലോങ് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. 2 വീഡിയോ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാകും തോന്നി പോണ്ടിച്ചേരി. അതുകൊണ്ട് അതൊറ്റ വീഡിയോ ആയിട്ട് ഇടുകയാണ്. നിങ്ങൾക്ക് ഇത് ശരിക്കും പോണ്ടിച്ചേരി വരേണ്ടവർക്ക് ഈ ഒരു ഐറ്റിനറി ഫോളോ ചെയ്താൽ പോണ്ടിച്ചേരിയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു മ്യൂസിയം ഒന്നും ഞാൻ കവർ ചെയ്തിട്ടില്ല. മ്യൂസിയം ഉണ്ട് കേട്ടോ, മ്യൂസിയം ഞാൻ കവർ ചെയ്തിട്ടില്ല. അതെനിക്ക് എപ്പോഴും വലിയൊരു താല്പര്യമുള്ള വിഷയമല്ലാത്തതുകൊണ്ടാണ്. അപ്പം അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ ഞാൻ അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. പിന്നെ എനിക്ക് സെൽഫി എടുക്കുന്ന എന്തോ സ്ഥലം ഇന്നലെ കണ്ടായിരുന്നു. വൈറ്റ് ടൗണിൽ തന്നെ ഒരു സെൽഫി സ്പോട്ട് എന്ന് പറഞ്ഞ് സെൽഫി മ്യൂസിയം ഉണ്ട്. അല്ലാതെ ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്. അപ്പം അതൊക്കെ ഉണ്ട്. പിന്നെ ഒരു സൂവിൽ ഇപ്പം വേറെ സെൽഫി മ്യൂസിയം എന്ന് വെച്ചാൽ നമുക്ക് ഓരോ ഹിസ്റ്റോറിക്കലി ഇതായിട്ട് സെൽഫി എടുക്കാൻ തോന്നുന്നു പോണ്ടിച്ചേരിയിൽ. അതെ, അകത്ത് കയറായിരുന്നുകൊണ്ട് അതിനെപ്പറ്റി പഠനം നടത്തിയിട്ടില്ല. അത് വൈറ്റ് ടൗണിൽ തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ഇതൊരു ഐറ്റിനറി 3 days അല്ലെങ്കിൽ ഇതിനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങൾ ചുരുക്കി 2 days ഐറ്റിനറി ആയിട്ടും പ്ലാൻ ചെയ്യാം. പിന്നെ അമ്പലങ്ങളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഇവിടുന്ന് 2 hours ആണ്. ചിദംബരം 3 hours ഉണ്ടെന്ന് തോന്നുന്നു. തഞ്ചാവൂർ ആണെങ്കിൽ 2 hours or 1 hour ആണ്. അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലേ, ചിദംബരം തഞ്ചാവൂറൊക്കെ അങ്ങനെ വഴിയാണ് ഡാൻസ് കളിക്കാൻ വന്നപ്പോഴൊക്കെ പോയത്. ഇതിപ്പം അങ്ങനെ ഒരു ട്രിപ്പ് അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ അമ്പലം കമ്പൈൻ ചെയ്തില്ല. അതിന് എപ്പോഴെങ്കിലും ഒരു തഞ്ചാവൂർ ട്രിപ്പ് മുല്ലേനോട് ഇപ്രാവശ്യം പറഞ്ഞു നമുക്ക് അടുത്ത പ്രാവശ്യം ഒരു തഞ്ചാവൂർ ട്രിപ്പായിട്ട് പ്ലാൻ ചെയ്യണം എന്നുണ്ട്. ടെമ്പിൾ ട്രിപ്പായിട്ട് പ്ലാൻ ചെയ്യണം എന്നാണ് ആഗ്രഹം.
അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. ഇങ്ങനെ ട്രാവൽ വ്ളോഗ്സിൽ ഞാൻ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തണോ, എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ ഒക്കെ പറയണം. നിങ്ങൾക്ക് ഞാൻ ഈ തരുന്നത് വെച്ചിട്ട് നിങ്ങൾക്ക് ആ ട്രിപ്പ്, ആ സെയിം സ്ഥലത്തോട് ട്രിപ്പ് പ്ലാൻ ചെയ്യാനായിട്ട് ഒരു ഐറ്റിനറി ആയിട്ട് ഉപകാരപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. സപ്പോർട്ട് ചെയ്യുക, കമൻസിലൂടെ അഭിപ്രായങ്ങൾ പറയുക. മോശം അഭിപ്രായങ്ങളാണെങ്കിൽ പറഞ്ഞോളൂ. തീരെ ഹേർട്ട് ചെയ്യാത്ത അഭിപ്രായങ്ങളാണെങ്കിൽ ഞാൻ സ്വീകരിക്കുന്നതാണ്. ഒത്തിരി കുത്തുന്നതാണെങ്കിലേ ഉള്ളൂ കുറച്ച് വിഷം വരുന്നത്, ബാക്കിയൊന്നും കുഴപ്പമില്ല. നിങ്ങൾ എന്തിനു ടൂർ പോയി എന്നൊക്കെ ചോദിക്കുമ്പോഴേ ഉള്ളൂ പ്രശ്നം. അപ്പം ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.